അപ്പോ അയോധ്യയിലത്തെ രാമക്ഷേത്ര കൊള്ളയ്ക്ക് പിന്നാലെ ഇപ്പോ BJPക്ക് ഭയങ്കര അടിയായിട്ട് നിൽക്കണ്. എസ്പെഷ്യലി കേരളത്തിലല്ലെങ്കിലും കേരളത്തിലുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ BJPക്ക് അടിയായി നിൽക്കണത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ കേരളത്തിൽ പുതിയൊരു സംഭവം വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു കൊള്ള 12 കോടിയോളം രൂപയുടെ തട്ടിപ്പ്, തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോ വാർത്തകളിൽ അറിയാൻ സാധിച്ചത്. അത് BJP. അപ്പൊ അതില് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് അയച്ച കത്താണ് ഇപ്പൊ പുറത്തു വന്നേക്കണേ. അപ്പൊ അതിലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ BJPയിലെ കോടികളുടെ ക്രമക്കേട് ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നും അയച്ച കത്ത് മാതൃഭൂമി ന്യൂസിന്. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് മെയ് 26 ലഭിച്ച ഇമെയിൽ സംസ്ഥാന ഭാരവാഹികളടക്കം നടത്തിയ സാമ്പത്തിക ക്രമക്കേട് വിവരിക്കുന്നുണ്ട്. കൊടി, ഷാള്, കട്ടൌട്ട്, ഹോട്ടൽ മുറി ബുക്കിംഗ്, കാർ വാടക എന്നിവയിലെല്ലാം കമ്മീഷൻ അടിച്ചെന്നുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. തുടർന്ന് അച്ചടക്ക സമിതി രൂപീകരിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ കത്തും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സംസ്ഥാന BJPയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് അഴിമതിയുടെ കൊടുമുടിയാണെന്ന് വിവരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളോ മാധ്യമങ്ങളോ അല്ല. ഇവിടെ പാർട്ടിയുടെ ഭാഗമായി ചുമതല വഹിച്ചവർ തന്നെയാണ്. അവർ സാമ്പത്തിക ക്രമക്കേടിന്റെ വിവരങ്ങൾ BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെ ഇമെയിലായി അറിയിക്കുകയായിരുന്നു. അപ്പൊ ഇതിൽ പറയുന്നത് പ്രകാരം ഈ നരേന്ദ്രമോദിയുടെ കട്ടൌട്ടിനും ഒപ്പം BJPയുടെ ഫ്ലാഗിനടക്കം അഴിമതി അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങി കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കൊടി വരെ വ്യാജ GST ബില്ല് ഉണ്ടാക്കി പണം തട്ടി അതിന്റെ പലതരം, പിന്നെ ഹോട്ടൽ മുറികൾ അല്ലെങ്കിൽ കാർ വാടക, പലതരം തട്ടിപ്പുകൾ 12 കോടിയോളം രൂപയുടെ തട്ടിപ്പുണ്ടെന്നാണ് വാർത്തയിൽ കാണാൻ സാധിച്ചത്. അപ്പൊ അതില് രാജീവ് ചന്ദ്രശേഖർ അന്വേഷണം ആരംഭിച്ച് കമ്മിറ്റിക്ക് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ഇതിനെ ഇറങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ BJPക്ക് അധികാരം കിട്ടിയിട്ടില്ല. അപ്പോ അവർക്ക് അധികാരം കിട്ടണവരെ മാക്സിമം നന്മമരങ്ങളായിട്ട് കളിക്കണം. ഒന്ന്. രണ്ടാമത്തെ, ഈ നക്കാപിച്ച് 5 ലക്ഷം 2 ലക്ഷം 1 കോടി 2 കോടി രാജീവ് ചന്ദ്രശേഖരന് വേണ്ട. കാരണം ആൾ ഓൾറെഡി കേരളത്തിൽ വൺ ഓഫ് ദി റിച്ചസ്റ്റ് MLA ആണ്. എല്ലാവർക്കും അറിയാം. കോടീശ്വരനാണ്. ഏഷ്യാനെറ്റ് പോലത്തെ മാധ്യമ സ്ഥാപനങ്ങളുടെ വരെ ഉടമയാണ്. അപ്പോ ആൾക്ക് ഈ നക്കാപിച്ച പൈസ ഒന്നും വേണ്ട, അധികാരമാണ് വേണ്ടത്. അപ്പൊ ആളെ നല്ല കാര്യം ചെയ്യണത് നല്ല കാര്യം, ഓഫ് കോഴ്സ് അന്വേഷണം നടത്തുന്ന നല്ല കാര്യം. അപ്പൊ അതിന്റെ പിന്നിലുള്ളൊരു വാസ്തവമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതില് ഇപ്പൊ നമ്മൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം CPIM കട്ടുമുടിച്ചു എന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും BJPയും പറയാറ്. ഒപ്പം മാധ്യമങ്ങളും CPM വിരുദ്ധമുള്ള മാധ്യമങ്ങളും പറയാറ്. അപ്പൊ അതില് CPM കട്ടുമുടിച്ചു എന്ന് പറയുമ്പോഴും അതിൽ ആൾക്കാർ മനസ്സിലാക്കി കാര്യം വെച്ചാൽ ഓഫ് കോഴ്സ് കട്ടുണ്ടാവും, ഇല്ല എന്ന് പറയില്ല. അതിപ്പോ CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരും എവിടെ ഭരിച്ചാലും, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ഭരിച്ചാലും ഏത് പാർട്ടിയുടെയാണ്, ഇപ്പൊ അമേരിക്കയിൽ ട്രംപിന്റെ പാർട്ടി ആയാലും മറ്റേ ബറാക്ക് ഒബാമയുടെ പാർട്ടി ആണെങ്കിലും കട്ടുമുടിക്കും. അല്ലെങ്കിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മീഡിയയും അല്ലെങ്കിൽ പ്രതിപക്ഷവും സ്ട്രോങ് അല്ലെങ്കിൽ ആരായാലും കക്കും. അത് അത്രയ്ക്ക് പുണ്യാളന്മാരില്ലേ അന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM കട്ടുമുടിക്കുക എന്ന് പറയുമ്പോൾ അതിലും അല്ലെങ്കിൽ BJP കട്ടുമുടിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തത ഉണ്ട്. അതായത് ഇപ്പൊ കേരളത്തില് CPM ഭരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൽ മാത്രമുള്ളവര് പറഞ്ഞ മനസ്സിലായി. അപ്പൊ അവർ കേരള പോലീസിൽ മാത്രം അവർക്ക് ശക്തിയുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് അവർക്കൊരു ഇൻവോൾവ്മെന്റ് ഉള്ളത്. ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, പറഞ്ഞ മനസ്സിലായില്ലേ. പക്ഷെ BJP കേരളം ഭരിക്കണ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ അപ്പോ കേന്ദ്രത്തിലും BJP, കേരളത്തിലും BJP, ഒപ്പം തന്നെ ഇപ്പൊ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ BJPയുടെ ഒപ്പം, പിന്നെ ഓൺലൈൻ സോഷ്യൽ മീഡിയാസ്, ഇപ്പോൾ എന്റെ പോലെ യൂട്യൂബ് ചാനൽ അടക്കം അവർക്ക് വേണമെങ്കിൽ വിലക്കെടുക്കാം. ഇപ്പൊ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ വിലക്കെടുത്തുണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യം ചെയ്യാൻ, അതായത് CPM ഭരിക്കുമ്പോൾ ഇതുപോലത്തെ അഴിമതി ചെയ്യുമ്പോൾ ഒക്കെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് അത്ര ശക്തമായിരുന്നില്ല, മീഡിയ ശക്തമായിരുന്നു. ഇപ്പൊ ഏഷ്യാനെറ്റും അല്ലെങ്കിൽ ഇപ്പൊ മറുനാടൻ മലയാളത്തെ പോലത്തെ യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ ഇപ്പൊ BJP, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോ പിണറായി വിജയന്റെ മോളുടെ കേസ് വന്നപ്പോ ED വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ BJP ഭരിക്കുമ്പോൾ ഈ വക സംഭവം ഒന്നും വർക്ക് ചെയ്യില്ല. ഇപ്പൊ BJP ഭരിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്ത് വന്നാലും ഈ കോൺഗ്രസിന് അത്ര ശക്തി ഒന്നും എനിക്ക് തോന്നണില്ല. കോൺഗ്രസിന് ഇത്ര ശക്തി തോന്നിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നണേ. ഈ VD സതീശനടക്കം ഇത്ര വോയിസ് വരുന്നത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ചാനലുകളുടെ ഉള്ള വൻ പിന്തുണ കാരണമാണ് എനിക്ക് ഇത്ര ശക്തി തോന്നിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പൊ BJP അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ പറഞ്ഞ മാധ്യമ സ്ഥാപനങ്ങളൊന്നും കോൺഗ്രസിനൊപ്പം ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കേരളം ഇപ്പൊ ഈ 10 വർഷം കണ്ടതിനേക്കാൾ, അല്ലെങ്കിൽ ഈ 10 വർഷത്തിന് മുമ്പ് കോൺഗ്രസ് ചെയ്തതിനേക്കാൾ ഒക്കെ വലിയ അഴിമതികളായിരിക്കും ഇനി BJP അധികാരത്തിൽ വന്നുണ്ടാവാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൽ. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കുക, ഈ കേന്ദ്രം BJP ഭരിക്കുന്നിടത്തോളം കാലം കേരളം BJP ഭരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിപത്തുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതെന്റെ നിഗമനം മാത്രം, ആരും ആക്ഷേപിക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായില്ലേ. ഞാൻ രാഷ്ട്രീയവും ലോകവും ചരിത്രമൊക്കെ അറിയണോട് പറയണതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ ആൾക്കാർക്ക്. അപ്പൊ അത് ആൾക്കാർ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ
ഈ കക്കലും മുക്കലും ഒക്കെ എല്ലാ പാർട്ടിക്കാരും ചെയ്യും. അത് ആൾക്കാർ മനസ്സിലാക്കാണ്. ഇപ്പോ കോൺഗ്രസ്സുകാര് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നത് അതിന് മുമ്പ് അവർ ചെയ്ത അഴിമതി കൊണ്ടായിരിക്കില്ലേ ചിന്തിച്ചു നോക്കിക്കേ. അപ്പോ അവര് 10 വർഷം കൊണ്ട് മറ്റേ നന്നായി. ഒപ്പം തന്നെ ഈ 10 വർഷം ഭരിച്ച് CPM മറ്റേ എന്താ പറയാ വേരുറച്ച് കക്കലിന്റെ വേരുറച്ചു. അപ്പൊ അതൊരു കാരണമാണ് കോൺഗ്രസ് ഇപ്പൊ അധികാരത്തിൽ വന്നത്. അല്ലാണ്ട് അവർ പുണ്യാളന്മാരായതുകൊണ്ടല്ല. ഈ കക്കണ കാര്യം വരുമ്പോൾ അതിൽ കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. എനിക്ക് മനസ്സിലായതോളം രാഷ്ട്രീയരൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ അതിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ CPM കേരളം ഭരിക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യാനായിട്ട് കേന്ദ്രത്തിൽ വേറെ പാർട്ടിയാണ് ഭരിക്കണേ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? രണ്ടും സെയിം പാർട്ടി ആകുമ്പോൾ ഒന്നും ചെയ്യാൻ. അതായത് അപ്പൊ ഏത് പാർട്ടി വന്നാലും കക്കും മുക്കും. അത് രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലിയാണ്. ശൈലിയല്ല, അത് അങ്ങനെയാണ് രാഷ്ട്രീയം. പറഞ്ഞ മനസ്സിലായി. അത് ഇന്റർനാഷണൽ ലെവലിൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് എല്ലാവരും കള്ളന്മാരെന്നല്ല, പക്ഷെ ഒരു വലിയ വിഭാഗം കക്കും. അത് ഇപ്പോ പൊതുജനം ഇവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഈ പൊതുജനം ഇതുപോലെ അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യുന്നു ഈ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കണം. ഇപ്പോ ഓരോ ആൾക്കാർ ഇവര് വിമർശിക്കുമ്പോ ഓരോ സാധാരണ ജനങ്ങളും ചിന്തിക്കണം, നിങ്ങൾക്ക് ഈ അധികാരം കിട്ടിയാൽ നിങ്ങൾ പുണ്യാളന്മാരായിരിക്കോ എന്ന് ഉറപ്പുണ്ടോന്ന് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം നോക്കിയിട്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആരും വലിയ പുണ്യാളന്മാരല്ല. അപ്പൊ അതില് കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും ആര് വന്നാലും പ്രശ്നമാണ്. പക്ഷെ CPM വന്നേക്കാൾ പ്രശ്നമായിരിക്കും BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ. കാരണം ഇതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ മറ്റേ രാമക്ഷേത്രത്തിലേക്ക് കാര്യങ്ങൾ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭാവനയായിട്ട് അടിവസ്ത്രം വരെ കട്ടുന്നാണ് അവിടെ ഈ കട്ടുന്ന വാർത്തയിൽ കാണാൻ സാധിച്ചത്, അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്ര വലിയ കൊള്ളയാണ് അവിടെ നടന്നേക്കണം. ഒപ്പം തന്നെ വേറെ ഏതാണ്ട് മധ്യപ്രദേശിലത്തെ ഒരു ക്ഷേത്രത്തിലും കൊള്ള നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത് നമ്മൾ അറിയാത്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലാണ് മീഡിയ അത്ര ശക്തിയായിട്ടുള്ളൂ. അത് അറിയണവർക്ക് അറിയാം. പറഞ്ഞ മനസ്സിലായില്ലേ? കേരളത്തിൽ CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ മാധ്യമ ശക്തിയുണ്ട്. ഒപ്പം തന്നെ ഒരു പരിധി വരെ 100% ഇല്ലെങ്കിലും ഇപ്പോ ഏതാണ്ട് ഒരു യൂട്യൂബറെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോ 100% ഇല്ലെങ്കിലും പക്ഷെ ഒരു പരിധി വരെ വെൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് കേരളത്തിലാണ് പിന്നെയും മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത്. 100% ഇല്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു സംഭവം നടന്നാൽ ഒരു പരിധി വരെ പുറത്തറിയും, മറ്റു സംസ്ഥാനങ്ങൾ അറിയില്ല. ഇതിപ്പോ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് അറിഞ്ഞതാ. അത് അവിടേക്ക് അറിയണമെങ്കിൽ ഒപ്പമുള്ള പാർട്ടിയെ ഒറ്റണം, അല്ലാണ്ടൊന്നും അറിയില്ല. കാരണം BJP ആയാലും കോൺഗ്രസും ഭരിക്കുന്നതോടൊക്കെ അവര് അടക്കി ഭരിക്കുക ചെയ്യുക. ഇവിടെയാണ് ഇപ്പൊ പിണറായി വിജയനെ എന്തോരം നിങ്ങൾ വിമർശിച്ചു, എത്ര പേര് തല പോയി. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ നടക്കില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ആൾക്കാർ മനസ്സിലാക്കുക. കേരളത്തിലായതുകൊണ്ട് ഇത്രയെങ്കിലും പുറത്തു വരുന്നത്. അപ്പൊ കേരളത്തില് അപ്പൊ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇപ്പൊ വേറെ പാർട്ടി ഇപ്പൊ എങ്ങാനും BJP-യും അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും ഈ മാധ്യമങ്ങൾ എസ്പെഷ്യലി ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ഇപ്പോഴും പിണറായിനാണ് അറ്റാക്ക് ചെയ്യണേ. അപ്പൊ എന്താ ഈ ടൈമിൽ കോൺഗ്രസ്സുകാർക്ക് കക്കാം. പറഞ്ഞ മനസ്സിലായില്ല? അവർ കക്കും എന്നല്ല, കക്കാം. പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങള് ഓരോ വ്യക്തികളും ഈ സർക്കാരിനെ അക്കൗണ്ടബിൾ ആയിട്ട് വെച്ചില്ലെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷം CPM-കാർ ചെയ്തേക്കാൾ വലിയ അഴിമതി ഇനി കോൺഗ്രസ്സുകാർ ഈ 5 വർഷം ചെയ്യും. അത് കഴിഞ്ഞ് എങ്ങനെ BJP വന്നാൽ പിന്നെ പറയണ്ട, അതിനൊക്കെ വലിയ അക്രമം ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലാക്കുക. അതിനുള്ള കാരണം വ്യക്തമാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്നതും BJP, കേരളം ഭരിക്കുന്നതും BJP, കേരള പോലീസും അല്ലെങ്കിൽ ഇപ്പൊ ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികളൊക്കെ BJP-യുടെ കൺട്രോളില്, മാധ്യമങ്ങൾ BJP-യുടെ കൺട്രോളില്, സോഷ്യൽ മീഡിയയിൽ പറയാൻ വരുന്ന ആൾക്കാർ ഇപ്പൊ മറുനാടൻ മലയാളി പോലത്തെ ആൾക്കാരൊക്കെ എല്ലാവരും BJP വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ കോൺഗ്രസിന് അതിനുള്ള ശക്തിയില്ല പ്രതിരോധിക്കാൻ. പക്ഷെ BJP ശക്തിയായിട്ട് വരുമ്പോഴേക്കും CPM ആണെങ്കിൽ തകർന്നിട്ടുണ്ടാവും. അപ്പോ പ്രതിപക്ഷത്ത് കോൺഗ്രസും ഭരണത്തിൽ BJP എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഈ BJP-നെ അക്കൗണ്ടബിൾ ആയിട്ട് വെക്കാൻ കേരളത്തിൽ കോൺഗ്രസിനും ജനങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആൾക്കാർ മനസ്സിലാക്കുക. അപ്പൊ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ വ്യക്തമായി വീക്ഷിക്കുക. അത്രേ ഉള്ളൂ.